അട്ടപ്പാടിയിലെ മധുവിന് ശേഷം വാളയാറിലെ മറ്റൊരാൾ കൂടി ആൾക്കൂട്ടമർദ്ദനത്തിൽ കൊല്ലപ്പെട്ടു എന്ന സങ്കടകരമായ വാർത്ത കേരളത്തിലുണ്ട്. കേരളത്തിൻ്റെ നെഞ്ചിലൊരു നെരിപ്പോടായി പിന്നെയും ഒരാൾ ആൾക്കൂട്ടമർദ്ദനത്തിൽ കൊല്ലപ്പെട്ടു. ഈ കൊല്ലപ്പെട്ട യുവാവിൻ്റെ മൃതദേഹം കുടുംബം ഇനിയും ഏറ്റെടുത്തിട്ടില്ല. അടിയന്തര നഷ്ടപരിഹാരം ലഭിക്കാതെ മൃതദേഹം ഏറ്റെടുക്കില്ല എന്നാണ് ബന്ധുക്കൾ എടുത്തിരിക്കുന്ന നിലപാട്. രാംനാരായണൻ ബഘേലിൻ്റെ കുടുംബവുമായി ഇന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ചർച്ച നടത്തുന്നുണ്ട്. ആൾക്കൂട്ടമർദ്ദനത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനും സാധ്യത. ചർച്ചകളുടെ വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ചേരും. അതുപോലെ ഈ ആരൊക്കെയാണ് ഇതിലെ പ്രതികളെന്നുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോൾ അന്വേഷണത്തിൻ്റെ കൂടുതൽ തലങ്ങൾ എന്താണെന്ന് നമ്മോട് പറയാൻ പാലക്കാട് നിന്ന് ഐഷത്ത് ഉൽ ഷംനയും ചേരുന്നുണ്ട്. ആദ്യം സൂരജിലേക്ക്. സൂരജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഷംന. സജി, ശരിക്കും നമുക്ക് നമ്മുടെ ആളുകൾക്ക് ഏത് ഭാഷയിൽ നിന്ന് വന്നാലും ഏത് സംസ്ഥാനത്ത് വന്നാലും ഒരാളെ ഇങ്ങനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ടോട്ടലി ഇൻഹ്യൂമൻ എന്ന് നമ്മൾ പറയണം. പറയൂ. അത് തന്നെയാണ്. അതായത് അതിക്രൂരമായ മർദ്ദനമാണ് ഈ ബംഗ്ലാദേശി എന്ന് ആരോപിച്ചുകൊണ്ട് രാംനാരായണന് ഏൽക്കേണ്ടി വന്നത്. ശരീരത്തിൽ ഒരിടത്ത് പോലും മർദ്ദനമേൽക്കാത്ത ഇടമില്ല എന്ന് ഡോക്ടർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്ന ആൾക്കാണ് ഇപ്പോൾ ഈ മോർച്ചറിക്കുള്ളിലും അനീതിക്ക് ഇരയാകേണ്ടി വരുന്നത്. അതായത് നീതി കാത്തിപ്പോഴും രാംനാരായണന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്കുള്ളിൽ വച്ചിരിക്കുകയാണെന്ന് തീർത്തും പറയേണ്ടിയിരിക്കുന്നു. ഒരു വന്യജീവി ആക്രമണം ഉണ്ടായാൽ പോലും അടിയന്തര ധനസഹായം അവിടെ എത്തി കൈമാറുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ രീതി. അങ്ങനെ ഒരു നാട്ടിലാണ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഈ കുടുംബത്തിന് അർഹമായ ഒരു പരിഗണന നൽകാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തത് എന്നുള്ളത് തീർത്തും കേരളത്തെ തന്നെ ലജ്ജിപ്പിക്കുന്നതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെയൊക്കെ നടന്ന ചർച്ചകളിൽ അത്രമാത്രം പ്രതീക്ഷ വെച്ചതാണ്. വൈകുന്നേരം പാലക്കാട് RDO ഈ കുടുംബത്തെ നേരിട്ടെത്തി കണ്ട് അവരുടെ ആവശ്യങ്ങൾ, അതായത് അവർ 3 ആവശ്യങ്ങളാണ് പ്രധാനമായി മുന്നോട്ട് വെച്ചത്. ഒന്നും കൃത്യമായ അന്വേഷണം നടക്കണം, അതിനുവേണ്ടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണം. അത് പാലക്കാട് RDO ഉറപ്പ് നൽകുകയും ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘത്തെ വെക്കാം, അത് IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കാമെന്ന് ഉറപ്പും നൽകുന്നു. അതോടൊപ്പം തന്നെ SC/ST അട്രോസിറ്റി ആക്ട് ചുമത്തണം. ആൾക്കൂട്ട കൊലപാതകമാണ്, അതുകൊണ്ട് തന്നെ അത്തരം വകുപ്പുകൾ ചുമത്തണം. ഈ കാര്യത്തിലും ഒരു ഉറപ്പ് നൽകുന്നു. അതോടൊപ്പം ആവശ്യപ്പെട്ടത് കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു ഈ രാംനാരായണൻ ബഘേൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വരുമാനത്തിലാണ് കുടുംബം മുന്നോട്ട് പോയത്. നാട്ടിൽ തൊഴിലെടുത്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് 8 ദിവസം മുൻപ് അദ്ദേഹം ഈ പാലക്കാട്ടേക്ക് കൂലിപ്പണിക്ക് വേണ്ടി വരുന്നത്. അങ്ങനെ വന്ന ഒരാൾ ഈ ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്നുണ്ടായ കൊലപാതകത്തിൽ കൊല്ലപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആ ജീവിതത്തിന്റെ വരുമാന മാർഗം അടക്കം നിലച്ചിരിക്കുന്നു. ഭാര്യയും 2 പിഞ്ചു കുട്ടികളുമാണ്. അവർക്ക് ജീവിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഒരു അടിയന്തര ധനസഹായം അല്ലെങ്കിൽ ഒരു നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. അതും അവർ ആവശ്യപ്പെട്ടത് 25 ലക്ഷം രൂപയായിരുന്നു. ഇന്നലെ 10 ലക്ഷം രൂപയിൽ കുറയാത്ത ധനസഹായം നൽകാമെന്ന് RDO പറയുന്നു. അത് അവർ RDO പറഞ്ഞ വാക്കിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കളക്ടർ ഇത് ഔദ്യോഗികമായ ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കാം എന്ന് പറഞ്ഞ് കളക്ടറുമായി RDO സംസാരിക്കുന്നു. അതിനുശേഷം RDO പറയുകയാണ്, ഇത് കളക്ടർക്ക് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ല, അത് ക്യാബിനറ്റ് തീരുമാനിക്കണം, അതുകൊണ്ട് തന്നെ അത് ശുപാർശ ചെയ്യുക മാത്രമാണ് തങ്ങൾക്ക് കഴിയുക എന്ന് പറഞ്ഞു. ഇതോടുകൂടി കുടുംബം ഈ മോർച്ചറിക്ക് മുന്നിൽ നിന്ന് പോകാതെ അവിടെ തന്നെ ഇരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. പിന്നീട് തൃശൂർ സബ് കളക്ടർ അടക്കമെടുത്തുകയും ചർച്ചകൾ നടത്തിയെങ്കിൽ അത് ഒരു തരത്തിലും മുന്നോട്ട് പോയില്ല. അതുമാത്രമല്ല, ഇതിനിടയിൽ രാത്രി വൈകി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമമൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. വലിയ പോലീസ് സന്നാഹം അടക്കം ഈ മോർച്ചറിക്ക് മുന്നിലേക്ക് എത്തി. പക്ഷെ കുടുംബം ഒരു തരത്തിലും ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് അറിയിച്ചതോടുകൂടി അത് സർക്കാരിന് തന്നെ വലിയ നാണക്കേടായി മാറുമെന്ന് കണ്ടതോടുകൂടിയാണ് മന്ത്രി കെ രാജൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഇന്ന് രാവിലെ കെ രാജനുമായി ചർച്ച നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. സമയം ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ഈ കെ രാജനുമായി നടത്തുന്ന ചർച്ചയിൽ ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളതാണ് കുടുംബം പ്രതീക്ഷിക്കുന്ന സ്കേൻ. ഓക്കെ, താങ്ക് യു സൂരജ് സജീനി. ഐഷത്തുൽ ഷംന ചേരുന്നു. ഷംന, ഈ കൂടുതൽ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കുമെന്നുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ അന്വേഷണ ദിശ എങ്ങോട്ടാണ് നീങ്ങുന്നത്? ഗുഡ് മോർണിംഗ്. നിലവിൽ ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം ഏറ്റെടുത്തിട്ടുള്ളത്. ക്രൈംബ്രാഞ്ചിന് പുറമെ ഇപ്പോൾ വാളയാറിലെ പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ചിലെ ചില ഉദ്യോഗസ്ഥരും ചേർന്ന് മറ്റൊരു അന്വേഷണ സംഘം കൂടി ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. ഈ സംഭവം, ഈ ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി ഒരാൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം, അത് ഗൗരവതരമായി തന്നെ അന്വേഷിക്കണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ 2 അന്വേഷണ സംഘങ്ങളായി ക്രൈംബ്രാഞ്ചിന് പുറമെ ഒരു അന്വേഷണ സംഘം കൂടി രൂപീകരിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ അറസ്റ്റിലായത് 5 പേരാണ്. അത് നേരത്തെ തന്നെ വാളയാർ പോലീസ് കേസ് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ തന്നെ അറസ്റ്റിലായവരാണ്.
അവർക്കെതിരെ ഇപ്പോൾ കൊലക്കുറ്റം, സംഘം ചേർന്ന് ആക്രമിക്കൽ, മാരകായുധങ്ങളുമായി ആക്രമിക്കൽ, ഒപ്പം തന്നെ തടഞ്ഞുവെക്കൽ തുടങ്ങിയ വകുപ്പുകളൊക്കെ ചുമത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിന് പുറമെ ഇനി കൂടുതൽ വകുപ്പുകൾ ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത സ്ഥിതിക്ക് അന്വേഷണത്തിന്റെ വരും ദിവസങ്ങളിൽ തന്നെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, നിലവിൽ 15ഓളം പ്രതികൾ ഈ കേസിൽ ഉണ്ടെന്നാണ് ഈ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതിൽ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ട് എന്ന് ഇന്നലെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. നമുക്കറിയാം, ബുധനാഴ്ചയാണ് ഈ രാംനാരായൺ ബാഗേൽ അതിക്രൂരമായി ആൾക്കൂട്ട വിചാരണയ്ക്കും മർദ്ദനത്തിനും ഒക്കെ ഒടുവിൽ കൊല്ലപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ ഈ അട്ടപ്പള്ളത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളായ വനിതകളാണ് രാംനാരായണനെ കാണുന്നത്. അതിനുശേഷം പിന്നീട് സ്ഥലത്തെ യുവാക്കളെ വിളിച്ചു വരുത്തുകയായിരുന്നു. പിന്നീടാണ് ഈ മർദ്ദനം തുടങ്ങുന്നത്. എന്തായാലും പിന്നീട് ഈ മർദ്ദിക്കുന്ന സമയത്തൊക്കെ സ്ത്രീകൾ ഉൾപ്പെടെ മർദ്ദിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. എന്തായാലും ഈ നിലവിൽ വാളയാർ പോലീസ് അന്വേഷിച്ച കാര്യങ്ങൾ അത് കൂടുതൽ പരിശോധിക്കും. ഒപ്പം തന്നെ ചില പ്രതികൾ രക്ഷപ്പെട്ടതായും അന്വേഷണ സംഘത്തിന് സൂചനയുണ്ട്. ഇതടക്കമായിരിക്കും ക്രൈംബ്രാഞ്ച് എന്തായാലും അന്വേഷിക്കുക. ഈ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിരുന്ന മറ്റൊരു കാര്യം, ഈ രാംനാരായൺ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇന്നലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു ഈ പോലീസ് സർജൻ വെളിപ്പെടുത്തിയത്. അതൊക്കെ ഏറെ നിർണായകമാകും. എന്തായാലും കൂടുതൽ വകുപ്പുകൾ ചുമത്തി കൂടുതൽ പ്രതികളെ കൂടി ഇന്നും നാളെയും ഒക്കെയായി അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ഏതാണ്ട് 19 ലക്ഷം ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ജോലി ചെയ്യുന്നു എന്നാണ് ഏകദേശമുള്ള കണക്ക്. ഔദ്യോഗികമായ ഒരു കണക്കില്ല. ഔദ്യോഗിക കണക്കിലൊക്കെ തന്നെ വളരെ കുറവാണ്. നമുക്ക് കൃത്യമായിട്ടൊരു കണക്ക് പോലും അതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം നമ്മുടെ പുറം നാടുകളിൽ നിന്ന് വരുന്ന ഏറ്റവും വിനോദസഞ്ചാരികളുടെ പർദീസ് എന്ന് പറയുന്ന ഈ ദൈവത്തിൻ്റെ സ്വന്തം മണ്ണിലേക്ക് വരുന്ന ആളുകളെ മുഴുവൻ നല്ല ആതിഥേയനെ പോലെ സ്വീകരിക്കുന്നതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗം. എന്നാൽ നമ്മൾ ചിലരെങ്കിലും ഈ ചെയ്തു കൂട്ടുന്ന ഈ ആൾക്കൂട്ട മർദ്ദനം, അതുവഴി ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുക, ഇതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ മറുനാട്ടിലേക്ക് അത് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. ബിന്ദു പി നായർ പറഞ്ഞൊരു ഒരു കുറിപ്പ് കൂടി ഞാനിവിടെ വായിക്കുകയാണ്. ഇനി ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്കും കേരളത്തിൽ വന്നാൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുത്. ഞങ്ങളെപ്പോലെ എത്രയോ ആളുകളാണ് അവർക്കിടയിൽ കഴിയുന്നത് മറുനാട്ടിൽ. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ എത്ര കുട്ടികൾ വെളിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും മുഖം നോക്കാതെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും കോടതിയിൽ നിന്ന് അവർക്ക് പരമാവധി ശിക്ഷ കിട്ടുകയും അത് കൂടുതൽ ആളുകളിലേക്ക് അവർക്ക് കൊടുക്കുന്ന ശിക്ഷ പ്രചരിപ്പിക്കുകയും വേണം. കാരണം ഇനി ഒരു പാതകം ഇതേപോലെ ഉണ്ടായാൽ കഴിമരം വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു ചിന്ത സാധാരണക്കാർക്കുണ്ടാകും. പലപ്പോഴും ഒരു ശിക്ഷ കിട്ടുമെന്നുള്ള ഭയം തന്നെയാണ് മനുഷ്യനെ നിയമങ്ങൾ പാലിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നത് പകൽ പോലെ സത്യമാണ്. നമ്മൾ മഹാമനസ്കത കൊണ്ടല്ല ആളുകൾ നിയമം പാലിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.